ഹലോ ഗായ്സ്, റഫീഖാണ്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ലൂപ്സ് നമ്മളെങ്ങനെ പ്രാക്ടിക്കലി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടന്റ് ഫുള്ള് ഇവിടെ ഡിലീറ്റ് ചെയ്യാണ്. ആൻഡ് ഓക്കെ, റിഫ്രഷ് ചെയ്താൽ ഇവിടെ ഒന്നുമില്ല. ഓക്കെ, കുറച്ചൊന്ന് സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു സ്ക്രിപ്റ്റ് ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ, സ്ക്രിപ്റ്റ് main.js എന്നുള്ളത്. സോ നമ്മുടെ main.js ഇവിടെ ഉണ്ട്. ഇത് ലിങ്കുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയ ഫയൽസാണ്, കോഡാണ്. ഇത് ഞാൻ റിമൂവ് ചെയ്ത്. ഓക്കെ, കോഡിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഫംഗ്ഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ശരിക്കും നമ്മൾ ഈ ഫംഗ്ഷൻസ് പ്യുവറായിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ കോഡ് മാത്രം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ലൈൻസ് വരും. വലിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈൻസ് ഓഫ് കോഡ് വരും. അത് ടോട്ടലി മെസ്സപ്പ് ആവും. എന്ന് വെച്ചാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഫംഗ്ഷൻസ് എഴുതുന്നത്. ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ലോജിക്കൽ സെക്ഷൻസ് ആക്കിയിട്ട് ഒരേ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന സെറ്റ് ഓഫ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യാണ്. ടുഗെദർ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനൊരു പേര് കൊടുത്തിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ അത് എഴുതി വെക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെയുള്ള സ്ഥലങ്ങളിൽ അത് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അതേ ഫംഗ്ഷൻ ചെയ്യുന്ന കോഡ് വീണ്ടും എഴുതേണ്ടി വരില്ല. ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. ഇതാണ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ. നമുക്ക് ടോട്ടലി 2 ടൈപ്പ് ഫംഗ്ഷനാണുള്ളത്. ബിൽഡ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ ഒന്ന് ബിൽഡ് ഇൻ ഫംഗ്ഷൻസ്, രണ്ടാമത്തത് കസ്റ്റം ഫംഗ്ഷൻസ്. ഓക്കെ, ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെ തന്നെ ഓൾറെഡി ബിൽഡ് ചെയ്ത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ ഡയറക്റ്റ് കോൾ ചെയ്താൽ മതി. ഉദാഹരണത്തിന് നമ്മൾ അലേർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അലേർട്ട്, ഇതിനകത്തൊരു സ്ട്രിങ് പാസ് ചെയ്താൽ എന്ത് ചെയ്യും, അത് അലേർട്ട് ചെയ്യും. ഞാനിത് ഒഴിവാക്കിയിട്ട് ഇവിടെ കോഡ് എഴുതാം, അലേർട്ട് ഹലോ. ഓക്കെ, ഇത് ഞാൻ സേവ് ചെയ്തു. സേവ് ചെയ്യാൻ ഞാൻ എപ്പോഴും Ctrl+S ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസറിൽ ഉണ്ടോ, ഇവിടെ ഒരു അലേർട്ട് വന്നു, ഹലോ എന്നുള്ളത്. ഈ അലേർട്ട് എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ്, ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ. പക്ഷെ നമ്മൾ അതിൻ്റെ അലേർട്ട് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല നമ്മളെ കോഡിൽ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ബിൽഡ് ഇൻ ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളത് ചെയ്തേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. രണ്ടാമത്തെ ടൈപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കസ്റ്റം ഫംഗ്ഷനാണ്. കസ്റ്റം ഫംഗ്ഷൻ വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, ഇപ്പം നമ്മളാണ് കോഡ് എഴുതുന്നത്, അപ്പോൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് കസ്റ്റമായിട്ട് ഫംഗ്ഷൻസ് എഴുതുക എന്നുള്ളതാണ്. അതിനാണ് കസ്റ്റം ഫംഗ്ഷൻസ് എന്ന് പറയുക. ഓക്കെ, നമ്മളിത് നോക്കാൻ പോകുന്നത് കസ്റ്റം ഫംഗ്ഷനാണ്. ഓക്കെ, ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് ഒരുപാട് ജാവാസ്ക്രിപ്റ്റിലുണ്ട്, നമുക്ക് എല്ലാം ആവശ്യമനുസരിച്ച് നോക്കിയാൽ മതി. അലേർട്ട് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് ഫംഗ്ഷൻസ്. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കസ്റ്റം ഫംഗ്ഷൻസ് ആണ്. അപ്പം സാധാരണ ഫംഗ്ഷൻസ് എന്ത് എഴുതുമ്പോഴും നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു സിൻടാക്സ് ഉണ്ടാവുമല്ലോ. സോ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ ആദ്യം ഫംഗ്ഷൻ എന്നുള്ള കീവേഡാണ്. ഓക്കെ, സ്പേസ് ഇട്ടിട്ട് ഫംഗ്ഷൻ നെയിം, ഇവിടെയാണ് നെയിം കൊടുക്കുക. ഓക്കെ, ഈ നെയിം നമുക്ക് എന്തും ആവാം. എന്ന് വെച്ചാൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് കുറച്ച് റൂൾസ് ഉണ്ട്. മെയിനായിട്ടുള്ള റൂൾ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചാൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, 1 നെയിം എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, എററാണ്. എന്ന് വെച്ചാൽ അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഉദാഹരണത്തിന് ABC_DEF ഇങ്ങനെ എഴുതാം, അണ്ടർസ്കോർ വെച്ചിട്ട് ചെയ്യാം, ഇങ്ങനെ ക്യാമൽ കേസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഉദാഹരണത്തിന് ആ ഒരു ഫംഗ്ഷൻ നെയിം ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഗെറ്റ് ആവറേജ്. ഓക്കെ, ഞാൻ ഫംഗ്ഷൻ നെയിം കൊടുത്താണ്, ഇങ്ങനെ കൊടുക്കാം എനിക്ക്. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ അണ്ടർസ്കോർ ഇട്ടിട്ട് ഗെറ്റ് ആവറേജ് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഒരു നമ്പർ കൊടുക്കാം, ഗെറ്റ് ആവറേജ് 2 ഫോർ എക്സാമ്പിൾ, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഞാനിങ്ങനെ ഗെറ്റ് ആവറേജ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ പാരാന്തസിസും ക്ലോസ് പാരാന്തസിസും ഇടണം. ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ. ഇതിൻ്റെ അകത്ത് വേരിയബിൾസ് എഴുതാൻ പറ്റും, ഞാൻ പറയാം. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യും, ഫംഗ്ഷൻ്റെ ബോഡി ഈ ബ്രേസസിനാണ് ഓപ്പൺ കേളി ബ്രേസസും ക്ലോസ് കേളി ബ്രേസസും സ്റ്റാർട്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഫംഗ്ഷൻ്റെ കോഡ് എഴുതുക. ഈ കോഡാണ് ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ കോഡ് ഇവിടെയാണ് ഉണ്ടാവുക, ഈ ഒരു കോഡിനകത്ത്. ഓക്കെ, സോ ഇത് ഞാൻ ഗെറ്റ് ആവറേജ് എന്നുള്ള ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ ഈ ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത് എനിക്കറിയാം, ഞാൻ ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത് 2 നമ്പർ പാസ് ചെയ്തിട്ട് ആ 2 നമ്പറിൻ്റെ ആവറേജ് എടുക്കണം. ഇതിന് വേണ്ടിയാണ് ഈ ഫംഗ്ഷൻ ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ A, B
ഇതിനർത്ഥം എന്ന് വെച്ചാൽ ഇതിനെ പാരാമീറ്റേഴ്സ് എന്ന് പറയാം, ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്. ഈ ഫംഗ്ഷൻ ഗെറ്റ് ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ രണ്ട് പാരാമീറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, എ എന്നുള്ള പേരിലും ബി എന്നുള്ള പേരിലും നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ട് പാരാമീറ്റേഴ്സിനെ ഈ ഒരു ബോഡിയുടെ അകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്, ആവറേജ്. ഓക്കെ, അതിലേക്ക് എന്തെടുക്കും, എ പ്ലസ് ബി, ഇത് ഹോൾ ഡിവൈഡഡ് ബൈ ആയതുകൊണ്ട് ഒരു ബ്രാക്കറ്റിലിടാം, ഡിവൈഡ് ബൈ 2. ഇതാണ് എന്ത്, ഇതിൻ്റെ ആവറേജ്. ആവറേജ് കാണൽ രണ്ട് നമ്പറിൻ്റെ ആവറേജ് കാണുന്നത് ആഡ് ചെയ്തിട്ട് എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ ഡിവൈഡ് ചെയ്യാം, അപ്പോൾ ആവറേജ്. ഓക്കെ, ഞാനിവിടെ ഈ ഒരു ആവറേജ് console.log കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഓക്കെ, ഇതെന്താ ചെയ്യാം, ഗെറ്റ് ആവറേജ് ഓഫ് എ കോമ ബി ആവറേജ്. ഇതിപ്പോൾ ഞാൻ ബ്രൗസറിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, കൺസോളാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇൻസ്പെക്ട് ചെയ്തിട്ട് കൺസോൾ വിൻഡോ എടുത്ത് നോക്കിയാൽ ഇതുണ്ടോ, കൺസോളിലൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടേ ഉള്ളൂ. ഫംഗ്ഷൻ എപ്പോഴും, ഉദാഹരണത്തിന് നമ്മൾ അലേർട്ട് എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ അലേർട്ട് എന്നുള്ളത് കോൾ ചെയ്താൽ മാത്രമേ ഒരു അലേർട്ട് സംഭവിക്കുള്ളൂ. കണ്ടോ, ഇത് കണ്ടോ, ഇത് കോൾ ചെയ്യുന്നതാണ് കേട്ടോ അലേർട്ട് എന്നുള്ള ഫംഗ്ഷൻ. ഇത് ജാവാസ്ക്രിപ്റ്റ് എന്താ ചെയ്തിരിക്കുന്നുണ്ടാവുക, ഇങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ഓൾറെഡി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും, ഫംഗ്ഷൻ അലേർട്ട്, എന്നിട്ട് ഒരു ഉദാഹരണത്തിന് ഒരു സ്ട്രിങ്, എന്നിട്ട് ഇവിടെ കോഡ് ചെയ്തിട്ടുണ്ടാവും. ആ കോഡാണ് ഇവിടെ ഇങ്ങനെ ഒരു പോപ്പപ്പ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ബിൽഡ് ഇൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് കോൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തെ അത് എക്സിക്യൂട്ട് ആവുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഇത് ചെയ്ത് ഇത് റീഫ്രഷ് ചെയ്തപ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, കണ്ടോ, ഒന്നുമില്ല. കാരണം എന്താ, ഇത് കോൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, കോൾ ചെയ്യണം. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ നെയിം, ഇവിടെ ഫംഗ്ഷൻ നെയിം എന്താണ്, ഗെറ്റ് ആവറേജ് എന്നുള്ളതാണ് ഫംഗ്ഷൻ നെയിം അല്ലേ. സോ ഞാനിവിടെ ഫംഗ്ഷൻ നെയിം കോൾ ചെയ്യാൻ പോവാം. ഇതിനകത്തേക്ക് ഞാൻ രണ്ട് വാല്യൂസ് പാസ് ചെയ്യണം, കണ്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉദാഹരണത്തിന് 2 + 4. ഓക്കെ, രണ്ട് എയുടെ വാല്യൂ 2 ബിയുടെ വാല്യൂ 4 പാസ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ഞാൻ സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഓക്കെ അത് മെയിൻ ചെയ്യണ്ട, ഇതുണ്ടോ 3 എന്ന്, ഇതുണ്ടല്ലേ ആവറേജ് 3. കാരണം 2ഉം 4ഉം ഇവിടെ ആഡ് ചെയ്തിട്ട് എത്രയാണ്, 6 ഡിവൈഡ് ബൈ 2 3. അതാണ് ഇവിടെ കൺസോൾ ചെയ്യുന്നത്, മനസ്സിലായോ. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു സ്ട്രിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. റിഫ്രഷ് ചെയ്താൽ ആവറേജ് 3 എന്ന് വന്നു, കണ്ടോ. ഇത് നമ്മളിവിടെ കൊടുത്ത ഈ സ്ട്രിങ് ആണ്, സ്പേസ് ഇട്ടിട്ട് ഈ ഒരു വാല്യൂ ഇവിടെ കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, അതിനകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്തു, എ ആൻഡ് ബി. എൻ്റെയും ബിൻ്റെയും വാല്യൂ 2, 4 എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷന് കോൾ ചെയ്തു. ഇനി നമുക്ക് ഈ പാരാമീറ്റേഴ്സ് ഇവിടെ 2 and 4, 2ഉം 4ഉം ഇവിടെ പാസ് ചെയ്യാതാണ് ഇത് കോൾ ചെയ്തെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, എയുടെയും ബിയുടെയും വാല്യൂ ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് എറർ കിട്ടും, അല്ലെങ്കിൽ നോട്ട് എ നമ്പർ എന്ന് ഉണ്ടാവും. എന്ന് വെച്ചാൽ നോട്ട് എ നമ്പർ എന്ന് വെച്ചാൽ NaN എന്ന് വെച്ചാൽ നോട്ട് എ നമ്പർ എന്നാണ്. എന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും വാല്യൂ അവിടെ ഇല്ല, അതുകൊണ്ട് എയുടെയും ബിയുടെയും വാല്യൂ നമ്പർ അല്ല എന്നാണ് ഇവിടെ പറയുന്നത് ഈ എറർ. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു ഡാറ്റ ടൈപ്പാണ്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ നമുക്കത് റിസൾട്ട് കിട്ടില്ല. ഇനി ഇവിടെ ഞാനൊരു 10,20 പാസ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തിട്ട് ഇവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 15, ഇതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് 15 ആണ്. ഓക്കെ, ഞാനൊരു എക്സ്ട്രാ ഒരു 30 കൂടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചില്ല, ആദ്യം വേണ്ടോ 15 വന്നു, ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെ മാത്രം എടുക്കുള്ളൂ, ഇതിൻ്റെ ആവറേജ് എടുക്കില്ല. കാരണം എയും ബിയും മാത്രമേ ഇവിടെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മാത്രമേ ആവറേജ് എടുക്കുന്നുള്ളൂ. ഓക്കെ, നമ്മളിതുകൂടെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സി കൂടെ ആഡ് ചെയ്യണം, എന്നിട്ട് ഇവിടെ പ്ലസ് സി കൂടെ കൊടുത്തിട്ട് ഈ രണ്ടിൻ്റെ സ്ഥാനത്ത് 3 ആക്കണം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് 20. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വാല്യൂ നമുക്കൊരു വേരിയബിളിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. വാർ റിസൾട്ട് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റും. എന്നിട്ട് റിസൾട്ട് എന്ത് ചെയ്യാം, നമുക്ക്
ഇവിടെ console.log റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് റിസൾട്ടിനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നും സംഭവിക്കില്ല. കാണിച്ചു തരാം ആദ്യം. ഇതുണ്ടോ, ആവറേജ് റിസൾട്ട് അൺഡിഫൈൻഡ്. കാരണം എന്താ, ഈ റിസൾട്ട് ശരിക്കും ഒരു ഫംഗ്ഷൻ്റെ റിസൾട്ട് നമുക്ക് ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ അത് റിട്ടേൺ ചെയ്യണം. എന്തെങ്കിലും ഒരു വാല്യൂ ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്താൽ മാത്രമേ നമുക്കൊരു വേരിയബിളിലേക്ക് അത് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ഇതിൻ്റെ അകത്ത് ചെയ്തത് എല്ലാം ഇതിലേക്ക് എത്തില്ല. മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ അവിടെ നിന്ന് റിട്ടേൺ ചെയ്താൽ മാത്രമേ ആ ഫംഗ്ഷനിൻ്റെ റിസൾട്ട് നമുക്ക് ഒരു കസ്റ്റം വേരിയബിളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് ആവറേജ് കണ്ടെത്തിയിട്ട് അത് കൺസോൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അൺഡിഫൈൻഡ് വന്നത്. നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, റിട്ടേൺ ആവറേജ് അത് നമ്മൾ റിട്ടേൺ ചെയ്യണം. ഇങ്ങനെയാണ് ഈ ഒരു റിട്ടേൺ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവറേജ് ഇത് എവിടെ നിന്നുള്ളതാണ്, ഇവിടെ ഈ കൺസോളാണ്. ഓക്കെ, രണ്ടാമത്തെ കൺസോൾ റിസൾട്ട് എന്നുള്ളത് ഇവിടുത്തെയാണ്. കണ്ടോ, നമ്മൾ ഇവിടെ നിന്ന് എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതാണ് ഇവിടെ എത്തുക. ഇവിടെ നമ്മൾ ആവറേജിൻ്റെ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 1 2 3 അവിടെ നിന്ന് റിട്ടേൺ ചെയ്യാം, വേറെ എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യാം. അപ്പോൾ റിസൾട്ടായിട്ട് ഇവിടെ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതാണ് ഇവിടെ സേവ് ആവുള്ളൂ. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫംഗ്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.